ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിംനാസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും കൂടി കൂട്ടിക്കൊണ്ട് പോകുന്നത് എങ്ങടാണെന്നറിയോ? ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ്. അപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ നിങ്ങൾ കാണാത്ത കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ ഇത് മരട് തുടങ്ങി അങ്ങോട്ടേക്ക് മൊത്തം ഈ കായലും പാലങ്ങളൊക്കെ ആട്ടോ. നല്ല കായലാണ് അവിടെ. നല്ല ചെറു ബോട്ടുകളിലും വഞ്ചികളിലൊക്കെ ഇങ്ങനെ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരിങ്ങനെ മീൻ പിടിക്കണേക്കെ ഇങ്ങനെ കാണാം. അതൊക്കെ കണ്ട് ഇങ്ങനെ പോയി ബീച്ച് റോഡിലേക്ക് കടക്കുന്നു. അങ്ങനെ അതേ സൈഡിൽ കണ്ട ഈ മരം എന്തുവാ പേര് എനിക്കറിയില്ല, ഒന്നറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അങ്ങനെ ഞാൻ ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തിയിട്ടോ. അപ്പോൾ ഇവിടെയാണ് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം കൂടിയാണിത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോൾ കണ്ടതാണത്. അവിടെ ആ ഗ്രൗണ്ടിൽ എന്തോ ചെറിയൊരു മാച്ച് നടക്കുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയൊന്നുമില്ല, ഞാൻ ഇപ്പുറം സൈഡിൽ നിന്നിട്ട് ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഞാൻ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇത് കണ്ടു, ഒരു റെസ്റ്റോറൻറ്റ്, പാരഗൺ. അപ്പോൾ അതിലേക്കൊന്ന് കയറി കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് പലതവണ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഈ റെസ്റ്റോറൻറ്റിലേക്ക് ഞാൻ കയറിയിട്ടില്ല കേട്ടോ. പക്ഷെ അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. കാരണം അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആയിരുന്നു അതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ എടുക്കണമെന്ന് കരുതി കയറിയതല്ല, കണ്ടപ്പോൾ ഒരു നല്ല അട്രാക്ഷൻ തോന്നി. അപ്പോൾ ഞാനങ്ങനെ ഷൂട്ട് ചെയ്തെടുത്തതാട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബീച്ച് റോഡിലേക്ക് കടന്ന് നടക്കാട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ അവിടെ ബീച്ച് അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും നല്ല കാറ്റായിരുന്നു. അപ്പോൾ അവിടെ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കരകൗശല വസ്തുക്കളൊക്കെയാണ് ഇവിടെ സെയിൽ ചെയ്യണത്. ഇത് കണ്ടോ, നല്ല രസമുണ്ട്. ഇത് ചിരട്ടകളിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഉപയോഗിച്ചിട്ട് കളയുന്ന ചിരട്ടകളൊക്കെ ഇത് നല്ല കരകൗശല വിദഗ്ധരൊക്കെ നല്ല പ്രൊഡക്റ്റായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കാം. അങ്ങനെ പിന്നെ കുറേ സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ട് കേട്ടോ. അതായത് ഏലം, ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ ഈ നാട്ടിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതുപോലെയാണ്. പക്ഷേ ഇത് ടൂറിസ്റ്റുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഇതുപോലെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളാട്ടോ. അപ്പോൾ അവിടെ നല്ല മാർക്കറ്റാണ്. നമുക്ക് അത്രയും ഇതല്ലല്ലോ അത്. പക്ഷെ നമ്മൾ ആവശ്യത്തിന് നമ്മൾ മേടിക്കുന്നുണ്ട്. പക്ഷെ ഇത് കൂടുതലും യൂറോപ്യൻസാണ് ഇവിടുന്ന് വന്ന ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത്. പണ്ട് ചരിത്രപരമായിട്ട് നോക്കിയാലും കൂടുതൽ ബ്രിട്ടീഷുകാരൊക്കെ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കൊണ്ടുപോയേക്കുന്നതും ഇതുപോലത്തെ സുഗന്ധ വ്യഞ്ജനങ്ങൾ തന്നെയാണ്. അതിൻ്റെ പേരിൽ കുറേ യുദ്ധങ്ങളും നടന്നിരിക്കുന്ന സ്ഥലം കൂടിയാണല്ലോ നമ്മുടെ ഈ കൊച്ചി. അങ്ങനെ ഞാൻ ഫുട്പാത്തിലേക്ക് കയറിയിട്ടോ. എൻ്റെ പൊന്നേ, സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. കൂടുതലും മലയാളീസുകളൊക്കെയാണ് അവിടെ വന്നത്. പിന്നെ അത്യാവശ്യം യൂറോപ്യൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഷിപ്പൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതായിട്ട് കാണാം. നമ്മൾ ഇവിടെ എറണാകുളത്ത് ചെറായി എന്ന് പറയുന്ന ഒരു ബീച്ചുണ്ട്. പക്ഷെ അവിടെ പോയി നിൽക്കണേലും ഭംഗി നമുക്ക് ഫോർട്ട് കൊച്ചി ബീച്ച് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം അവിടെ ഇരിക്കുമ്പോൾ ഷിപ്പുകൾ വരും. ഷിപ്പ് ദൂരേന്നൊക്കെ ചെറിയൊരു കുഞ്ഞ് ഒരു ഉറുമ്പിൻ്റെ വലിപ്പം ഉണ്ടാവുള്ളൂ. പക്ഷെ അത് അടുത്ത് വരുമ്പോൾ എന്ത് വലിയ ഷിപ്പാണെന്നറിയാമോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് കടലിലെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്ന് നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ചെറായിനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് ഫോർട്ട് കൊച്ചി ബീച്ച് തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ഒരു ഐസ്ക്രീം മേടിച്ചു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് പിസ്തയായിരുന്നു. അതാട്ടെ എനിക്കിഷ്ടം. വേറെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പിസ്തയാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതൊക്കെ കഴിച്ചു. പിന്നെ അതും കഴിച്ചതേ ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഷിപ്പൊക്കെ കണ്ടോ, ദൂരേന്ന് നോക്കിയപ്പോൾ ചെറിയൊരു ഉറുമ്പിൻ്റെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത് വന്നപ്പോൾ ഭയങ്കര ബെഡോ ഷിപ്പ്. അങ്ങനെയാണ് ഓരോ ഷിപ്പുകളും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ ഇവിടെ തന്നെ വന്നോ കേട്ടോ. ചെറായിലൊന്നും ഇതങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ അതിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ കണ്ടതാട്ടോ മെക്സിക്കൻ ഇഗ്വാന.
അപ്പോൾ കുറേ പേരിങ്ങനെ ഇതുപോലെ ഇൻസ്റ്റയിൽ ഇടാനൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാൻ ഇവർ ഇങ്ങനെ എടുത്ത് വീഡിയോ പിടിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പോയി നിന്ന്, പിന്നെ എനിക്കൊരു ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എനിക്ക് അതിനെ തൊടാനും എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതിനെ തൊട്ട് നോക്കിയിട്ട് ഞാൻ പിന്നെ അതിനെ എടുത്തു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അതങ്ങനെ ആരെയും ഉപദ്രവിക്കുകയൊന്നുമില്ല. പക്ഷെ അതിന് ദേഹം വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വലിയ കുരങ്ങിൻ്റെ അത്രയുള്ള നീളം വാലുണ്ട്. ആ വാല് വെച്ച് അടിക്കുമെന്നാണ് പറയണേ. പക്ഷെ നമ്മൾ അതിനെ ഉപദ്രവിച്ച് അതിന് വേദന എടുത്തിട്ടുണ്ടെങ്കിൽ, പക്ഷെ അതങ്ങനെ ആരെയും ഉപദ്രവിച്ചൊന്നുമില്ല കേട്ടോ. അത് എത്ര പാവത്തിൻ്റെ കൂട്ടം എങ്ങനെ ഇരിക്കണേന്നറിയോ. അങ്ങനെ എല്ലാവരും എടുക്കണുണ്ട്. അപ്പോൾ എനിക്കും ഒരു കൊതി വന്ന് ഞാനും അങ്ങനെ അതിനെ എടുത്തു കേട്ടോ. ഞാൻ അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പാവാട്ടോ ആള്, മെക്സിക്കൻ ഇഗ്വാന. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതിന് മുമ്പ് പല വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇതിനെ, പക്ഷെ ഇതിനെ എടുത്തൊരു വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടാട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ ഞാനെടുത്ത മെക്സിക്കൻ ഇഗ്വാനയെ. പിന്നെ ഞാൻ കടലിൽ വന്നതാണല്ലോ, ഫോർട്ട് കൊച്ചി വരെ വന്നല്ലോ. അപ്പോൾ അവിടുത്തെ വെള്ളത്തിലൊന്ന് ഇറങ്ങിയില്ലെങ്കിൽ മഹാമോശമാണല്ലോ. അപ്പോൾ എന്ന് കരുതി ഞാനൊന്ന് വെള്ളത്തിൽ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.